നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ട് റെസിപ്പി ആയിട്ടാണ്. അതായത് ഒരു കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു സ്റ്റാർട്ടർ. ഇതിന്റെ പേരെന്ന് പറയുന്നത് ഹണി ലെമൺ കോളിഫ്ലവർ എന്നാണ്. അപ്പോൾ അതിന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ബ്ലോഗിൽ ഇട്ടുണ്ടായിരുന്ന റെസിപ്പിയാണ്. അന്ന് ഒരുപാട് പേര് തയ്യാറാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. സത്യം പറയുന്നത് മറന്നിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഓർത്ത് കുറേ ദിവസമായില്ലേ കോളിഫ്ലവർ ഇട്ടിട്ട്, അപ്പോൾ ഈ റെസിപ്പി ഒന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നാലും ഒന്ന്. അപ്പോൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു മധുരവും ഒരു പുളിയും കുറച്ച് എരിവൊക്കെ ഉള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന പാലക് പനീർ കുറേ പേര് ട്രൈ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ കാണാനും ട്രൈ ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഹണി ലെമൺ കോളിഫ്ലവർ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹണി ലെമൺ കോളിഫ്ലവർ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്, അതായത് ഗോബി. അപ്പോൾ ഇതിൻ്റെ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഓരോ ഫ്ലോററ്റ്സ് തനിയെ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇതിനൊന്ന് ഹാഫായിട്ടൊന്ന് മുറിക്കാം. അപ്പോൾ ഇവിടെ കിട്ടുന്ന കോളിഫ്ലവറിൽ തന്നെ പുഴു ഉണ്ടായിട്ടില്ല. പക്ഷെ നാട്ടിൽ പോയി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുഴുവില്ലാത്ത കോളിഫ്ലവറും എനിക്കിതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് പുഴു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഇതളുകൾ ഇങ്ങനെ എടുക്കുക, ഈ കടഭാഗത്തു നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ വലിപ്പം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് തീരുമാനിക്കണം. അതായത് ഒരുപാട് വലിപ്പമായി കഴിഞ്ഞാൽ നമുക്കത് കുക്കാവാൻ ഉള്ളിലോട്ട് മസാലയൊക്കെ പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് ഓരോന്നും കട്ട് ചെയ്തിട്ട് മഞ്ഞൾ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ നമ്മളെ ബ്രോക്കലി ചെയ്തപ്പോഴും പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ മഞ്ഞൾ വെള്ളത്തിലിടുക, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ വെള്ളത്തിലോട്ട് ഇതേപോലെ മീഡിയം സൈസായിട്ടുള്ള ഫ്ലോററ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലൊരു 10-15 മിനിറ്റ് ഇട്ടതിന് ശേഷം നന്നായി വാഷ് ചെയ്തെടുത്തിട്ട് വീണ്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഒരുപാട് തീരെ ചെറുതാക്കി ഇടുകയും വേണ്ട, അതേസമയം ഒരുപാട് വലുതാക്കി ഇടാനും പാടില്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാതും എടുക്കാം. ഇങ്ങനെ നോക്കാണ്ട് ഉള്ളിൽ പിന്നെ പുഴു ഉണ്ടെങ്കിൽ എടുത്ത് കളയാൻ മറക്കരുത്. ഞാൻ പക്ഷേ അങ്ങനത്തെ പുഴു കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കഴിക്കില്ല, അതാണ് വേറൊരു കാര്യം. അപ്പോൾ നമ്മുടെ മഞ്ഞൾ വെള്ളത്തിൽ എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് അതിൽ കിടന്നോട്ടെ. അതിനുശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. അതിനുശേഷം ഞാൻ കൊണ്ടുവരാം. ഓക്കെ, ഞാനിവിടെ മഞ്ഞൾ വെള്ളത്തിൽ നിന്നൊക്കെ എടുത്തിട്ട് നന്നായി വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പകുതി മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി ഞാൻ ചിക്കൻ എന്ന് പറയണത്, ബാക്കി ഞാൻ കോളിഫ്ലവർ 65 ചെയ്യാൻ പോവാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ, ചെയ്യാത്തവരെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റോളം ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലോട്ട് പകുതി പോർഷൻ ഈ കോളിഫ്ലവറിൻ്റെ ഫ്ലോററ്റ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ പകുതി ഗോബി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കൈ കൊള്ളാതെ നോക്കിക്കോളൂ കേട്ടോ, കൈയോട് കൂടി ഇടരുതേ. എനിക്കൊക്കെ പണ്ട് പലപ്പോഴും അബദ്ധം പറ്റിയിട്ടുള്ളതാണ്. ഇത് ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതിന് ശേഷം നമുക്കങ്ങ് കോരി മാറ്റി കുറച്ച് ഐസ് വാട്ടറിലോ അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലോ ഇട്ട് വയ്ക്കാം. അപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് മതി കേട്ടോ. ഇതിപ്പോൾ ഓവറായിട്ട് കുക്കായി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്, നമുക്ക് ബാറ്ററിൽ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. എന്നിട്ട് നമ്മുടെ ഐസ് വാട്ടറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. തണുത്ത വെള്ളത്തിലിട്ടതിന് ശേഷം അപ്പോൾ ഇത് നമുക്ക് ഇനി ഇത് ഡ്രെയിൻ ചെയ്തെടുക്കാം. അതായത് ഇതിലത്തെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം ബാറ്ററിൽ മുക്കി അങ്ങ് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമുക്കിനി ബാറ്റർ റെഡിയാക്കാം. ഇതിൻ്റെ വെള്ളം ഞാൻ കളഞ്ഞിട്ട് കൊണ്ടുവരാം. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ മുക്കി പൊരിക്കാനുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. കോൺഫ്ലവർ നിങ്ങളുടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ നൈസായിട്ടുള്ള അരിപ്പൊടി എടുക്കാം കേട്ടോ. കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ ആണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ ആട്ട ഉപയോഗിക്കാം, അതായത് ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, കോൺഫ്ലവറും മൈദയും. പിന്നെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ. വൈറ്റ് പെപ്പർ ആയാലും ബ്ലാക്ക് പെപ്പർ ആയാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് നന്നായി അങ്ങ് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം തിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഓവർ ലൂസ് ആവാനും പാടില്ല, ഓവർ ഇത് തിക്കാവാനും പാടില്ല. ഓക്കെ, ഈ ഒരു കൺസിസ്റ്റൻസി, അതായത് നമ്മളിങ്ങനെ ആ ഫ്ലോററ്റ്സ് ഇതിലോട്ട് മുക്കുമ്പോൾ അതിലെല്ലാം അങ്ങ് പിടിക്കണം. അപ്പോൾ അതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ, കറക്റ്റാണ്. ഓക്കെ, നമുക്കിനി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലോററ്റ്സ് ഇതിൽ മുക്കിയതിന് ശേഷം എണ്ണയിലങ്ങ് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു കടായി വെക്കുക, അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുഴിയുള്ള കടായി എടുത്താൽ മതി, ഇത്ര മതി എണ്ണ. അതൊന്ന് മീഡിയം ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ ഓയിലിൻ്റെ ചൂട് മീഡിയം ടെമ്പറേച്ചറിലായിരിക്കണം, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ചൂട് കുറയാനും പാടില്ല, ചൂട് കൂടാനും പാടില്ല. അപ്പോൾ നമുക്കിനി പൊരിച്ചെടുക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്ലോററ്റ്സ് ഇതിലോട്ട് നമ്മുടെ ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് മുക്കുക. എന്നിട്ട് നമ്മുടെ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക.
ആ ഓയിലിൻ്റെ ചൂട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ഈ ബാറ്റർ പുറത്തേക്ക് പോരില്ല. ചിലർ പറയാറുണ്ട് ഇങ്ങനെ പൊരിക്കുന്ന സമയത്ത് ഇതിൽ നിൽക്കാറില്ല, തനിയെ അതങ്ങ് വിട്ടു പോരുന്നു എന്ന്. അത് അതുകൊണ്ടാണ് ഓയിലിൻ്റെ ചൂട് കുറഞ്ഞാലാണ് അങ്ങനെ സംഭവിക്കുക. അതുപോലെ തന്നെ ഒരുപാട് എണ്ണ അങ്ങ് വലിച്ചെടുക്കും. അപ്പോൾ അത് നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം, മീഡിയം ഫ്ലെയിമിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് ഞാൻ തിരിച്ചു മറിച്ചിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതങ്ങ് കോരിയെടുക്കാം. നല്ല കറുമുറ ആയിട്ടുണ്ട്, അതായത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കൊരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കും. ബാക്കിയുള്ള ബാച്ചും നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് കോരി മാറ്റി ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്തിട്ട് കഴിച്ച് നോക്കാം കേട്ടോ, ഉള്ളിൽ കുക്കായിട്ടുണ്ടോ എന്ന് അറിയാൻ. പക്ഷേ ഓൾറെഡി ഇത് നമുക്ക് പെട്ടെന്ന് കുക്കാവും, കാരണം ഓൾറെഡി നമ്മൾ 1 മിനിറ്റ് നേരം നല്ല തിളച്ച വെള്ളത്തിലിട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ അത് കുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തിളച്ച വെള്ളത്തിലിട്ട് ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണിത്. ഒരുമാതിരി ആകെപ്പാടെ കുഴഞ്ഞു പോണ പോലെയാവും. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് തന്നെ ഡിഷ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി കടായി വെക്കുക. അപ്പോൾ അതിലോട്ട് നമുക്ക് ഒരല്പം ഓയിലും അതുപോലത്തെ ഒരല്പം നല്ലെണ്ണയും ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷേ ഞാൻ ചൈനീസ് ഡിഷ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലെണ്ണ കുറച്ച് പ്രിഫർ ചെയ്യാറുണ്ട്. അപ്പോഴാണ് ശരിക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ആ ഒരു വാസന വരുന്നത് നമ്മുടെ ഡിഷിന്. അതിന് വേണ്ടിയിട്ട് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അവസാനം ഒന്ന് ഡ്രിസിൽ ചെയ്യണം കേട്ടോ, കുറച്ച് നല്ലെണ്ണ. ഓക്കെ, ഇതൊന്ന് ചൂടാവട്ടെ. ഞാൻ സാധാരണ എപ്പോഴും കുക്ക് ചെയ്യുമ്പോഴും പറയും മീഡിയം ഫ്ലെയിമിലാണ് തീ വെക്കേണ്ടതെന്ന്. പക്ഷേ ഈ ചൈനീസ് ഡിഷസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ കുക്ക് ചെയ്യാൻ. അപ്പോഴാണ് കറക്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ആ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള രീതിയിൽ നമുക്ക് മാക്സിമം റെസ്റ്റോറൻറ്റ് സ്റ്റൈലാക്കാൻ ശ്രമിക്കാം. നന്നായിട്ട് ചൂടാവട്ടെ. ഓക്കെ, അപ്പോൾ നന്നായി ചൂടായിരിക്കുന്ന എണ്ണയിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കൊത്തിയരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂൺ കൊത്തിയരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അത് പെട്ടെന്ന് തന്നെ വഴറ്റി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതങ്ങ് കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊന്നായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട സോസുകൾ ഒഴിച്ചു കൊടുക്കണം. സോസ് ഒഴിക്കുന്ന നേരത്ത് മാത്രം ജസ്റ്റ് ഒന്ന് തീ കുറയ്ക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്ന കാരണം ഇത് പെട്ടെന്ന് തന്നെ വാടി കിട്ടും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡിഷിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും കേട്ടോ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില്ലി സോസ് ഉപയോഗിക്കാം. ഏത് ചില്ലി ആയാലും കുഴപ്പമില്ല, റെഡ് ചില്ലി ആണെങ്കിലും കുഴപ്പമില്ല, ഗ്രീൻ ചില്ലി ആണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ചേർക്കാറില്ല സാധാരണ രീതിയിൽ. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ് അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ നോർമൽ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരല്പം മാത്രം വിനീഗർ, കുറച്ച് മാത്രം മതിയേ. ഉപ്പൊക്കെ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, കാരണം നമ്മുടെ സോയാ സോസിൽ ഉപ്പുള്ളതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് തിട്ടപ്പെടുത്താം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ഐറ്റം മാത്രമേ ചേർത്ത് കൊടുക്കാനുള്ളൂ, അതായത് ലെമൺ ജ്യൂസും പിന്നെ ഹണി ലാസ്റ്റ് ഒഴിക്കുന്നുള്ളൂ. കാരണം നമ്മൾ സാധാരണ ആയുർവേദ പ്രകാരം ഹണി അധികം ചൂടാവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് മാത്രം. പക്ഷേ സാധാരണ രീതിയിൽ ഇവർ പുറത്തൊക്കെ ഉള്ള ചൈനീസുകാരൊക്കെ ഉണ്ടാക്കുമ്പോൾ ഹണി ഒഴിക്കാറുണ്ട് ഈ സമയത്ത് തന്നെ. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ലെമൺ ജ്യൂസിൻ്റെ അളവെന്ന് പറയുന്നത് ഏകദേശം 2 ടേബിൾ സ്പൂണൊക്കെ വേണ്ടി വരും. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കും. ഒരു ഓവറായിട്ട് വെള്ളം പാടില്ല, കാരണം ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടർ റെസിപ്പിയാണ്, അല്ലാതെ കുഴഞ്ഞിരിക്കുന്ന റെസിപ്പി അല്ല കേട്ടോ. നമ്മളൊരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ സ്റ്റാർട്ടറായി കഴിക്കുന്നതാണ്. അതേസമയം നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ, കുറച്ച് കുഴഞ്ഞിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് അങ്ങ് കൂട്ടി കൊടുക്കാം. അപ്പോൾ അല്പം മാത്രം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പുളിയുണ്ട്, ഉപ്പുണ്ട്, എരിവുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളിത് കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് നിങ്ങളുടെ സ്വന്തം പ്രിഫറൻസ് അനുസരിച്ച് മാറ്റം വരുത്തണം. കാരണം ഓരോരുത്തർക്കും രുചി വ്യത്യാസം ഉണ്ടാവും, അതായത് പുളിയുടെയും എരിവിൻ്റെയും ഉപ്പിൻ്റെയൊക്കെ അളവ്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലോട്ട് എന്ത് ചെയ്യണം, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറച്ചും കൂടെ തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ, ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് നമ്മുടെ കോളിഫ്ലവർ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് ഹണി, ഒരുപാടൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂണൊക്കെ വരുന്ന രീതിയിൽ ഹണി ചേർത്ത് കൊടുക്കാം. ഹണിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. അപ്പോൾ നല്ല ഹണി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിലത്തെ പുളിയും ഉപ്പും എരിവും ഒക്കെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടതാണ് കേട്ടോ. ഒരു നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു റെസിപ്പിയാണത്. അപ്പോൾ നമുക്ക് ഹണി 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കും. ഞാൻ ഓഫ് ചെയ്യാനേ. ഒഴിച്ചിട്ടുണ്ട്, മിക്സ് ചെയ്യാം. ഇത്രയുള്ള പരിപാടി.
ഇവിടെ നമ്മുടെ പുത്രൻ കോളിഫ്ലവർ കുറച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ വറുത്തെടുത്ത കോളിഫ്ലവർ ഇല്ല ഞാൻ ഇതിൽ ഇട്ടപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വെള്ളത്തിൻ്റെ അളവ് 1/4 ഗ്ലാസ് ഒഴിച്ചിരിക്കുന്നത്. അതേസമയം കൂടുതൽ കോളിഫ്ലവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സോസിൻ്റെ അളവ് കൂട്ടണം. സോസിൻ്റെ അളവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടണം. അപ്പോൾ അത് നിങ്ങളൊരു 1/2 ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിക്കേണ്ടി വരും. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് അത് പെരണ്ടിരിക്കണം, അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. ഫൈനലി നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും അതുപോലെ തന്നെ കുറച്ച് വൈറ്റ് എള്ളും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല. സ്പ്രിംഗ് ഓണിയൻ്റെ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെള്ള എള്ള് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. നമ്മൾ ഈസി പീസി ആയിട്ടുള്ള നമ്മുടെ ഹണി ലെമൺ കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ ഉണ്ട്, അത് ഞാൻ വേറൊരു ദിവസം ചെയ്യാം. അത് അടിപൊളിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഫൈനലായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അടിപൊളിയാണ്, നല്ല ക്രഞ്ചി ആയിട്ടുണ്ട്. നല്ല ചെറിയൊരു പുളിയും ചെറിയൊരു മധുരവും ഒക്കെ കൂടി കലർന്നൊരു പ്രത്യേക ഒരു ടേസ്റ്റ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഹണി ഗ്ലേസ്ഡ് ചിക്കനായിട്ട് വീണ്ടും വരാം. അപ്പോൾ അടുത്ത അടിപൊളിയുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഞാനിവിടെ പൊട്ടറ്റോ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? നമ്മളെ കുട്ടികൾക്കുള്ള റാപ്പില്ലേ, ആ പൊട്ടറ്റോ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടറ്റോ മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ രാവിലെ നമുക്ക് അങ്ങ് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ അതാണ് നാളത്തെ എൻ്റെ മക്കളുടെ ടിഫിൻ ഐറ്റം. രാത്രി ഇതാണ് പരിപാടി. ഇതാ ഇപ്പോൾ വറക്കാനുള്ള സംഭവമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് രാത്രിയാണ് കേട്ടോ. ഇപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാത്രി നമ്മൾ ഇതുപോലെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ അങ്ങ് എടുത്ത് വറുത്ത് കുട്ടികൾക്ക് കൊടുത്ത് വിടാൻ പറ്റും. അപ്പോൾ പണി നമുക്ക് ഈസി ആക്കി എടുക്കാനും പറ്റും. എന്താ ഇപ്പോൾ രാവിലെ തന്നെ നമ്മുടെ റോള് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചേച്ചി രാവിലെ കുട്ടികൾക്ക് ടിഫിനൊക്കെ പ്രിപ്പയർ ചെയ്യാമെന്ന്. അപ്പോൾ രാത്രി ഇതേപോലെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ രാവിലെ ഇങ്ങനെ ഫ്രൈ മാത്രം ചെയ്താൽ മതി, എളുപ്പമായിരിക്കും കാര്യങ്ങളൊക്കെ.